ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇർഫൂസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മധുരമുള്ള കുഞ്ഞനപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും കുട്ടികളെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റുന്നതുമായ അടിപൊളി റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇങ്ങോട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു വലിയ മധുരക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് നുറുക്കിയതിന് ശേഷം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി വേവിച്ചെടുക്കണേ. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് ഉടച്ചെടുക്കാം കേട്ടോ. ഉടച്ചെടുത്ത മധുരക്കിഴങ്ങിലേക്ക് ഒരു 1/4 കപ്പോളം ഗോതമ്പ് പൊടി കുറച്ചായി ചേർത്ത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പിലും താഴെ ഒരു 1/4 കപ്പ് മാത്രമാണ് കേട്ടോ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. കാരണം മധുരക്കിഴങ്ങിന് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അധികം പഞ്ചസാരയുടെ ആവശ്യമില്ലല്ലോ. ഇനി നന്നായിട്ടൊന്നങ്ങ് കുഴച്ച് യോജിപ്പിച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ഈ ഉരുളകളെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാവേ. ഞാനിവിടെ ഇപ്പോൾ ചെറിയ കട്ടി കുറഞ്ഞ കട്ട്ലറ്റിൻ്റെ രൂപത്തിലാക്കിയാട്ടോ എടുക്കണേ. അതായത് ഒരു കുഞ്ഞൻ പത്തൽ എന്നൊക്കെ പറയാം. അങ്ങനെ നമുക്കെല്ലാം ആദ്യമേ തന്നെ ഉരുളകളാക്കി പരത്തി മാറ്റി വെക്കാം കേട്ടോ. മാറ്റി വെച്ചതിന് ശേഷം വേണേ ബാക്കി പരിപാടികൾ നോക്കാൻ. നല്ല ഹെൽത്തി ആയിട്ട് അധികം എണ്ണയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. മക്കൾസിന് സ്നാക്സ് ബോക്സിലേക്കോ അല്ലെങ്കിൽ വൈകിട്ട് വരുമ്പോൾ കൊടുക്കാനോ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞാവകൾക്കൊക്കെ കൊടുക്കാൻ ഒന്നോടെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഒന്നങ്ങ് ഒഴിവാക്കി കുറച്ച് പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ ഒന്നും ചേർത്തില്ലെങ്കിലും മധുരക്കിഴങ്ങിൻ്റെ മധുരം തന്നെ മതിയാകും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്വല്പം മധുരം ഒന്ന് ഇരുന്നോട്ടെ എന്ന് വെച്ചാണ് ഇച്ചിരി പഞ്ചസാര ഒന്ന് ചേർത്തിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇതെല്ലാം ഒന്നങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ സ്വല്പം മാത്രം എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിലേട്ട് ഈ മധുരക്കിഴങ്ങ് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള കുഞ്ഞനപ്പങ്ങൾ ഓരോന്നായിട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒരു 2-3 വട്ടമായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയെ. ഇല്ലെങ്കിൽ പെട്ടെന്ന് പുറം അങ്ങോട്ട് കളർ മാറിപ്പോകും. പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കുഞ്ഞനപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പ്രത്യേകിച്ച് മക്കൾസൊക്കെ ഉള്ളവരും മക്കൾസ് ഭക്ഷണം കഴിക്കാൻ പൊതുവേ മടിയുള്ളവർക്കും ഒക്കെ ഈ ഒരു റെസിപ്പി അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് വിജയിച്ചതാണ്. എൻ്റെ മക്കൾസിന് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടും. മക്കൾസിന് മാത്രമല്ല കേട്ടോ, നമുക്ക് വലിയവർക്കും ഇഷ്ടപ്പെടും. വൈകിട്ട് ചായക്കോ അല്ലെങ്കിൽ രാവിലെ ചായക്കോ സ്നാക്സ് ബോക്സിലേക്കോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ മധുരക്കിഴങ്ങ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ പുഴുങ്ങി വെച്ചേക്കണ മധുരക്കിഴങ്ങ് കുറച്ചധികം ബാലൻസ് വരുമ്പോഴോ ഒക്കെ നമുക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ല. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കുറച്ച് ഗോതമ്പ് പൊടിയും പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പിന്നെ ഈ മധുരക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഇത്രയും അടിപൊളി ഒരു റെസിപ്പി, അതും വളരെ പെട്ടെന്ന്. അപ്പോൾ എല്ലാവരും ഈ കുഞ്ഞനപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും കാണും വരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.